ഹൗ ലോങ് ഷുഡ് യു സ്പെൻഡ് ഓൺ എ ചാർട്ട്? അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ അല്ലെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എഡ്ജ് ബിൽഡ് ചെയ്യാൻ? ഇത് സബ്ജക്റ്റീവാണ്. ഇത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് എത്ര ടൈം കൊടുക്കാനുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ഏജ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഫാക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ. എന്നാലും ഞാനൊരു വേഗ ഐഡിയ പറയാം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഔട്ട്കം കിട്ടും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പം എന്താണ് കറക്റ്റായിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്നാലും ഞാനൊരു ക്ലിയർ ഒരു പാത്ത് പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെക്ക് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ശരിയാക്കാൻ നോക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രത്തോളം ആണ് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ല ചുമ്മാ കിട്ടുന്ന സമയമല്ല. ഞാൻ എൻ്റെ തുടക്കകാലത്ത് എന്ന് പറയുന്നത് ബിക്കോസ് ഞാൻ ഇതിന് വേണ്ടി ഇരിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ട്രേഡിങ്ങിൽ സെറ്റ് ആകണം എന്നുള്ള മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ കിട്ടുന്ന സമയമല്ല. ഞാൻ വിചാരിക്കുന്നത് കിട്ടുന്ന സമയം എല്ലാം മാർക്കറ്റിന് ഫ്രണ്ട് കുത്തിയിരുന്ന ദ മോർ ഐ ലേൺ ദ മോർ ഐ ഏൺ എന്നുള്ളൊരു സംഭവമായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഞാനിപ്പോൾ പറയുന്നു, ഞാനിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത സെറ്റപ്പ് എൻ്റെ തുടക്കകാലത്തിൽ ഞാൻ ആദ്യമേ തന്നെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആദ്യം തന്നെ ചാർട്ടിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ സെറ്റപ്പ് ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വെറും ഷിറ്റായിരുന്നു എന്നാണോ? അത് ആവശ്യമില്ലെന്നാണോ? ഇപ്പം ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ആ സ്പെൻഡ് ചെയ്ത ടൈം എല്ലാം വെറുതെ ആയില്ലേ? അപ്പം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഞാൻ മനസ്സിലാക്കി, അവിടുന്ന് മാറിയെന്നുള്ള. അപ്പം ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണം, ഓക്കെ ഞാനിപ്പം പോകുന്ന പാത്ത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഇത്രയും ടൈം ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത് അത് മോർ ദാൻ ഇനഫാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു എഡ്ജ് കറക്റ്റാക്കി എടുത്താൽ മതി എന്നുള്ളൊരു ക്ലിയർ പിക്ചർ കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതും തമ്മിലൊരു നിങ്ങൾക്കൊരു യൂസും ഇല്ല, കാണുന്ന ആർക്കും യൂസ് ഉണ്ടാവില്ല. അപ്പം ഇതിൽ പല ഫാക്ടേഴ്സ് ഇൻക്ലൂഡാണ്. ഒന്നാമത്തെ കാര്യം യുവർ ഏജ്. ഇപ്പം നിങ്ങളൊരു 95 ജോബ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു ഫാമിലി പേഴ്സൺ ആണ്, യു ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ് ഓൺ എ ചാർട്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, ഓക്കെ. ഡോണ്ട് ട്രൈ ടു പുഷ്, അല്ലെങ്കിൽ സമയം കണ്ടെത്തി മാർക്കറ്റ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഫാമിലി ടൈം ഗിവ് അപ്പ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗിവ് അപ്പ് ചെയ്തിട്ട് ജോലിക്ക് പോകാതെ ഒന്നും മാർക്കറ്റിൽ കുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ടൈമുള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സും കോളേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുള്ള കിട്ടുന്ന സമയം, നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ, ഓരോ ആൾക്കാരും ഓരോ ഏജിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് കാരണം എൻ്റെ ലൈഫ് റൂയിനായെന്ന് പറയരുത്. കാര്യം എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് പറയാനുണ്ട്. എൻ്റെ ട്രേഡിങ്ങിൽ, അതായത് ഞാൻ മാർക്കറ്റിൽ എത്രത്തോളം മണിക്കൂറുകൾ ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ അന്ന് അത്രയും നാളും ജിമ്മിൽ പോലും പോകത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എൻ്റെ എത്ര ഗെയിൻസാണ് അവിടെ ഞാൻ ഗിവ് അപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കണം ട്രേഡിങ്ങിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടാവേണ്ടത്. അങ്ങനല്ല എങ്കിൽ ട്രേഡിങ് പതിയെ മടുത്തു തുടങ്ങും. നിങ്ങൾ പതിയെ ഇതിനകത്തോടൊരു വെറുപ്പ് വന്നു തുടങ്ങും. അതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ തുടക്കാരെ എഡ്ജ് ബിൽഡ് ചെയ്തെടുക്കുന്ന സമയത്തൊന്നും നമുക്കൊരു പ്രോപ്പർ പാത്ത് കിട്ടത്തില്ല. അത് ഉറപ്പാണ്. നമുക്കൊരു റിട്ടേൺ കിട്ടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി വേണമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു റിവാർഡ് ഉണ്ടാവണം. അപ്പോൾ ഈ തുടക്കം ലേണിംഗ് കർവിൽ അത് വളരെ കുറവെന്നല്ല, ലിറ്ററലി ഇല്ല. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ടൈമും എൻ്റയർലി ഇതിലേക്കാണ് എങ്കിൽ പതിയെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. കാര്യം എനിക്കറിയാം, ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിലായി ക്വിറ്റ് ചെയ്യുന്നത് അല്ല, മടുത്ത് ക്വിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ. അതായത് ഫെയിലായി മടുത്ത് ക്വിറ്റ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ എനിക്കൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ക്വിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ. കാര്യം അത് ഫെയിലിയർ കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ പേടി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെ നമുക്കൊരു ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇനി എങ്ങനെ നമുക്കൊരു ക്ലിയർ ഒരു പാത്തിലേക്ക് എത്തിപ്പെടാം? ഡിപ്പെൻസ് ആണ്. എന്നാലും ഞാൻ പറയാം ഞാൻ ചെയ്ത കാര്യം. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ എത്രത്തോളം മാർക്കറ്റിൽ ഞാനൊരു പർട്ടിക്കുലർ ഒരു ടൈം സെറ്റ് ചെയ്തു. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മാർക്കറ്റ് ഇരിക്കുള്ളൂ. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എൻ്റെ കാണേണ്ട സെറ്റപ്പ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വിൻ റേറ്റ് ഞാൻ എടുത്തു. ഇനി ബാക്കിംഗ് ടൈമിൽ പോയിട്ട് ഇത് നടക്കുന്നുണ്ടോ എന്നുള്ള നോക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനൊരു ടൈം ആൻഡ് പ്രൈസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിൽ ഈ സാധനം എത്രത്തോളം നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു 6 months ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി.
കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 6 months കൊണ്ട് എനിക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് അത്രത്തോളം വാല്യുബിളാണ്. ഇതിനകത്തെ മിസ്റ്റ് അടിക്കും, അത്രത്തോളം വാല്യുബിളാണ്. അപ്പം ഞാൻ അത്രയും മാർക്കറ്റിൽ പ്രിലോങ് ബാക്ക് ടെസ്റ്റ് ചെയ്തത് എനിക്ക് ഉണ്ടാകാത്ത ഒരു ചെറിയ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായില്ലായിരുന്നു. അതായത് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോർവേഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ റിയൽ ഇൻ ടൈമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് വരുത്തുള്ളൂ. ഈ കോൺഫിഡൻസ് വരുമ്പോഴാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫിയർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള പേടി, റിസ്ക് ചെയ്യാനുള്ള പേടി എല്ലാം മാറുന്നത്. അപ്പം നിങ്ങളുടെ കൊടുക്കുന്ന സമയം ഫോർവേഡ് ടെസ്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഫോർവേഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ പ്രിലോങ് എത്രത്തോളം സ്പെൻഡ് ചെയ്തെങ്കിലും ഫോർവേഡ് ടെസ്റ്റിൽ ഒരു 6 months ഞാൻ ഇരുന്നപ്പോഴാണ്, ഒരു 2-3 months ആയപ്പോഴേ എനിക്ക് അതിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പേഴ്സണലി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങി. അപ്പം നിങ്ങളൊരു 5 മണിക്കൂർ മാർക്കറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂർ 1 മണിക്കൂർ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര സമയം നിങ്ങൾ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഐഡിയ എനിക്ക് പറയാൻ അറിയത്തില്ല. കാര്യം നിങ്ങൾ നോക്കുക, ബാക്കിംഗ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാത്രം എടുത്ത് നോക്കിയാൽ മതി. അത് ഏറ്റവും കൂടുതൽ ടൈം കുറച്ച് കൺസ്യൂം ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഈ പ്രിലോങ് ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു 7-8 മണിക്കൂർ കുത്തിയിരിക്കുക എന്ന് പറയുന്നത് റോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ആവശ്യമില്ല. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. നിങ്ങളുടെ ലൈഫിലെ വാല്യുബിൾ ടൈംസ്, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ടൈം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കേണ്ട ടൈം, നിങ്ങളുടെ നിങ്ങളുടെ ലവബിളുമായിട്ട് സംസാരിക്കേണ്ട സമയം, പല കാര്യങ്ങളും. ഇനി അല്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകേണ്ടത്, നിങ്ങളുടെ നല്ല ഫുഡ് കഴിക്കേണ്ട സമയം, ഇതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഇതെല്ലാം നിങ്ങൾ മിസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് നിങ്ങളെ നല്ല രീതിയിൽ റിഗ്രറ്റ് അടിപ്പിക്കും. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ മാക്സിമം നോക്കുക. ട്രൈ ടു ബി ഒരു ബാലൻസ് ലൈഫിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 5 മണിക്കൂർ മാർക്കറ്റ് ഇരിക്കുന്നവർ ഈ 5 മണിക്കൂർ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഈ 5 മണിക്കൂർ മാർക്കറ്റ് കുത്തിയിരുന്നു, ഇന്നലെ ഇരുന്ന് 5 മണിക്കൂർ അല്ലെ കഴിഞ്ഞ വീക്കിൽ 5 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്, ഈ ഒരു വീക്കിൽ 5 മണിക്കൂറും സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്, ഇതിൽ എത്ര സമയമാണ് ഞാൻ കോൺഷ്യസ് ആയിട്ടിരുന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ചാർട്ടിന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ചാർട്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ കോൺഷ്യസ്. ചിലർ ചാർട്ടിന് ഫ്രണ്ടിലുണ്ടെന്നേ ഉള്ളൂ, ഫോൺ സെർച്ച് ചെയ്ത് ഫോണിൽ സ്ക്രോൾ ചെയ്യും. ഇതൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല. ലൈക്ക് ലിറ്ററലി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ഒരു 10 മിനിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 1 hour ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പം ഒന്നുകൂടെ പറയുന്ന ഒരു ആഡഡ് പോയിൻ്റ് പോലെ ചാർട്ടെന്ന് പറയുന്നത് ടൈം ആൻഡ് പ്രൈസ് ആണ്. ടൈം കംസ് ഫസ്റ്റ്, പിന്നാണ് പ്രൈസ് ഉള്ളത്. ഈ പറയുന്ന പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ അല്ല, ഈ പറയുന്ന പാറ്റേൺസ്, ഈ കാണുന്ന FEG, ഓർഡർ ബ്ലോക്ക്, ഇങ്ങനെ ICT ട്രേഡർ ആണെങ്കിൽ എന്താണെങ്കിൽ പോലും 0 ആണ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ ടൈം, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഇൻ റൈറ്റ് ടൈം. സോ ഫോളോ ദ ടൈമിനെ ഫോളോ അപ്പ് ചെയ്യുക, പ്രൈസിനെ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ. ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? വയനാട്. ഇവിടെ ഇന്ന് തൊട്ടടുത്തുള്ള സംഭവങ്ങളൊന്നും കാണാനേ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.